എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. PMR വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഞാൻ രാജേഷ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ നാം വാങ്ങുമ്പോൾ വഞ്ചിക്കപ്പെടാണ്ടിരിക്കുവാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വർണ്ണ ആഭരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഇനി മുതൽ ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ വിൽക്കുവാൻ പാടുള്ളൂ എന്ന നിയമം 2021 ജൂൺ 15 മുതൽ നടപ്പിലായ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതായത് ഇനി മുതൽ സ്വർണ്ണാഭരണശാലകളിൽ 3 ക്യാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 14 ക്യാരറ്റ് എന്നീ മാറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളെ ഇനി സ്വർണ്ണാഭരണശാലകളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹോൾമാർക്ക് നിർബന്ധമില്ലാത്ത ആഭരണങ്ങളുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കനം കുറഞ്ഞ കമ്മലുകൾ, അതുപോലെ ചെറിയ മോതിരങ്ങൾ, കുട്ടിവളകൾ, തൂക്കം കുറഞ്ഞ അതായത് 2 ഗ്രാമിൽ താഴോട്ടുള്ള ലോ വെയ്റ്റ് ആഭരണങ്ങൾക്കൊന്നും ഹോൾമാർക്ക് നിർബന്ധമില്ല. ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടാണ്ടിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഹാൾമാർക്ക് നിയമം നടപ്പിലായതോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന വ്യാപാരികളെക്കാൾ ശ്രദ്ധിക്കേണ്ടതും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉപഭോക്താവിനാണ്. കാരണം ഉപഭോക്താവ് വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ ഏത് ക്യാരറ്റിലുള്ള മുദ്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹോൾമാർക്ക് ചെയ്തേക്കുന്ന മുദ്ര നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അത് വളരെ ചെറുതായിട്ടാണ് ഹോൾമാർക്ക് മുദ്ര ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വിദഗ്ധമായ ലെൻസ് വെച്ച് പരിശോധിച്ച് വേണം നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ. ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അതിൽ ആലേഖനം ചെയ്ത മുദ്രകൾ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഏതൊക്കെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. BIS എന്ന് ആലേഖനം ചെയ്ത ഇതുപോലുള്ള മുദ്രയുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമതായി പരിശോധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന സ്വർണ്ണാഭരണം ഏത് ക്യാരറ്റാണോ ആ ക്യാരറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് ഉദാഹരണത്തിന് 916 ആണെങ്കിൽ 22 ക്യാരറ്റ്, 22 ക്യാരറ്റ് ആണെങ്കിൽ 916 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 18 ക്യാരറ്റ് ആണെങ്കിൽ 750 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 14 ക്യാരറ്റ് ആണെങ്കിൽ 585 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അടുത്തതായി നമ്മൾ ആഭരണം മേടിക്കുന്ന ജുവലറി ഏതാണോ ആ സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതായത് ജുവലറി ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് നോക്കേണ്ടത്. ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിൻ്റെ പേരോ എംബ്ലമോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആഭരണം ഹോൾമാർക്ക് ടെസ്റ്റ് നടത്തിയ സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അടുത്തത് ഏത് വർഷമാണ് ആഭരണം ഹോൾമാർക്ക് ചെയ്തതെന്നുള്ളതിൻ്റെ ഇയർ കോഡ്. ഇയർ കോഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ്. ഉദാഹരണത്തിന് ABC ഇങ്ങനെ ഓരോ വർഷവും അതിൻ്റേതായ രീതിയിലുള്ള അക്ഷരങ്ങളായിരിക്കും ചേർത്തിരിക്കുന്നത് കോഡായിട്ട്. ഇതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 3 മുദ്രകളാണ്. ഒന്ന് ഹോൾമാർക്ക് മുദ്ര, രണ്ടാമത് ക്യാരറ്റ് മുദ്ര, മൂന്നാമത് ജ്വല്ലറി ഐഡൻറ്റിഫിക്കേഷൻ മുദ്ര. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കണം. ബാക്കിയുള്ള 2 മുദ്രകൾ അത്ര പ്രാധാന്യം ഉള്ളതല്ലെങ്കിലും അതും ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പരിശോധിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന ബില്ലിലാണ്. ബില്ല് നമുക്ക് തരുമ്പോൾ നമ്മൾ മേടിച്ച ആഭരണത്തിലെ എല്ലാ രേഖകളും, അതായത് ഹോൾമാർക്ക് മുദ്ര, അതിൻ്റെ ക്യാരറ്റ്, ഇതെല്ലാം ബില്ലിൽ ഉണ്ടോ എന്ന് നമ്മൾ ശക്തമായി പരിശോധിച്ച് വേണം ആഭരണം ബില്ലും മേടിക്കാൻ.
ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ വഞ്ചിക്കപ്പെടുന്നത് നമ്മൾക്ക് തടയാൻ കഴിയും. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ല് ഒരു രേഖയായി സൂക്ഷിച്ചു വയ്ക്കുക. പിന്നീടുള്ള സ്വർണ്ണാഭരണ ക്രയവിക്രയങ്ങൾക്ക് ഈ ബില്ല് ഒരു അത്യാവശ്യ ഘടകമായി വരും. എത്ര പരിശുദ്ധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും മുദ്രകളും ഉണ്ടെങ്കിലും സ്വർണ്ണമാണ്, സ്വർണ്ണാഭരണമാണ്. അതിൽ തട്ടിപ്പുകൾ നടത്താൻ വളരെ എളുപ്പമാണ്. എപ്പോഴും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വാസവും പാരമ്പര്യ തനിമയുമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 100% ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതും നല്ലൊരു മാർഗമാണ്. ഇനി പഴയ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഭയം ഇപ്പോൾ ഉണ്ട്. പഴയ സ്വർണം ഇനി വിൽക്കാൻ പറ്റുമോ, അത് മാറ്റിയെടുക്കാൻ പറ്റുമോ, പണയം വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. പഴയ സ്വർണം നമുക്ക് വിൽക്കാനും പണയം വയ്ക്കാനും ഒക്കെ സാധിക്കും. അതിന് യാതൊരുവിധ തടസ്സവുമില്ല. സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ മാറിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോഴോ അതിന് എത്ര മാറ്റുണ്ട്, അതിനകത്ത് സ്വർണം തനതായ സ്വർണം എത്രയുണ്ടോ അതിനുള്ള വില നമുക്ക് കൃത്യമായി ലഭിക്കും. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന പഴയ സ്വർണം ചാടിക്കേറി വിറ്റ് നശിപ്പിക്കാനോ മാറിയെടുക്കാനോ ഒന്നും നിൽക്കണ്ട. ഹോൾമാർക്ക് നിയമം വന്നിരിക്കുന്നത് 2021 ജൂൺ 15 മുതലാണ്. അന്നു മുതൽ മേടിക്കുന്ന ആഭരണങ്ങൾക്ക് ഹോൾമാർക്ക് മുദ്ര നിർബന്ധമാണ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ മാറി ഹോൾമാർക്ക് മുദ്രയുള്ള പുതിയ സ്വർണ്ണാഭരണം ആക്കണമെന്ന് യാതൊരുവിധ നിയമവും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പഴയ ആഭരണങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഭയമോ ആശങ്കയോ ഒന്നും വേണ്ട. സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ. അടുത്ത നല്ലൊരു വീഡിയോ